പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള ജോസഫച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഗാന ശുശ്രൂഷകരെ, അൾത്താര ശുശ്രൂഷകരെ, ദൈവാനുഗ്രഹങ്ങൾ നേരുകയാണ്. ഇന്ന് മുതൽ ഡിസംബർ 17 മുതൽ വളരെ ഇൻറ്റൻസീവായിട്ട് ക്രിസ്മസിന് ഒരുങ്ങുന്ന ദിവസമാണ്. ഇന്ന് മുതൽ 25 വരെ 9 ദിവസമാണ്. കൃത്യം 9 ദിവസം നമുക്ക് വളരെ നന്നായിട്ട് ഒരുങ്ങാം. പറ്റുന്നത് പോലെ പരിശുദ്ധ ബലിയർപ്പണത്തിലൊക്കെ പങ്കുചേരാം. ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് കുമ്പസാരിക്കുകയും പ്രത്യേകമായ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യാം. ഈ തീർത്ഥാടന കേന്ദ്രം നമുക്ക് അതിന് വലിയൊരു സഹായകമാകട്ടെ. മാതാവിൻ്റെ കൂടെ ചില പരിശീലനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുക. ഞങ്ങളിവിടെ ആയിരിക്കുന്ന കാലയളവിൽ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്: കുറച്ച് മാസങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ മാസങ്ങൾ നീളുന്ന ഒരു റിട്രീറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുക, എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ 1-2 ദിവസം ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു നിശബ്ദ ധ്യാനത്തിന് വന്നതാണ് നിങ്ങൾ. ഇവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി, പ്രയോജനപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അഭിഷിക്തർ വരെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെ ശക്തമായ മരിയൻ അഭിഷേകമുണ്ട്. വെറുതെ പരിസരങ്ങളിലൂടെ നടന്നാൽ പോലും അനുഗ്രഹമാണ്. അപ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷകൾ സ്വീകരിച്ചാലോ, കുർബാന അർപ്പണം, കുംഭസാരം, ആശീർവാദ പ്രാർത്ഥനകൾ ഒക്കെ ഇതൊക്കെ സ്വീകരിച്ചാൽ കുറേ കൂടി അനുഗ്രഹവും. എല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഒരു ടൂർ പ്രോഗ്രാം പോലെ ആക്കാതെ കൃത്യമായ ഒരു തീർത്ഥാടനമാക്കി, ഒരു ധ്യാനമാക്കി ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകൾ നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കനിയണമേ കർത്താവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യപ്രകൃതിയുടെ സ്രഷ്ടാവും രക്ഷകനുമായ ദൈവമേ, നിത്യകന്യകയുടെ ഉദരത്തിൽ അങ്ങ് വചനം മാംസം ധരിക്കണമെന്ന് തിരുവുള്ളമായ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കരുണാപൂർവം കേട്ടരുളണമേ. അങ്ങനെ ഞങ്ങളുടെ മനുഷ്യപ്രകൃതി സ്വീകരിച്ച് അങ്ങ് ഏകജാതൻ അവിടുത്തെ ദിവ്യപ്രകൃതിയിൽ പങ്കുചേരാൻ ഞങ്ങളെയും യോഗ്യരാക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, യാക്കോബിൻ്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുവിൻ. നിങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവൻ ഒരു സിംഹത്തെ പോലെയും സിംഹിയെ പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടു പോകുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമാധാനം പുലരട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ. എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രർക്ക് മോചനം നൽകട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവൻ്റെ ആധിപത്യം നിലനിൽക്കട്ടെ.
അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവന്റെ നാമം നിത്യം നിലനിൽക്കട്ടെ. സൂര്യനുള്ളിടത്തോളം കാലം അവന്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെ പോലെ അനുഗ്രഹീതനാകട്ടെ എന്ന് നാം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതന്റെ ജ്ഞാനമേ, ശക്തനും ആർദ്രനുമായ സർവലോക നിയന്താവേ, ഞങ്ങളെ വിവേകത്തിന്റെ വഴി പഠിപ്പിക്കുവാൻ വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെയും, യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോൻ്റെയും, ഹെസ്രോൺ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിൻ്റെയും, അമിനാദാബ് നക്ഷോൻ്റെയും, നക്ഷോൺ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും, ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിൻ്റെയും, ഓബദ് ജസയുടെയും, ജസെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നും ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോമാവിൻ്റെയും, റഹോബോവാം ആബിയായുടെയും, അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ ജോസഫാത്തിൻ്റെയും, ജോസഫാത്ത് യോറാമിൻ്റെയും, യോറാം ഓസിയായുടെയും, ഓസിയ യോധാമിൻ്റെയും, യോധാം ആഹാസിൻ്റെയും, ആഹാസ് എസക്കിയായുടെയും, എസക്കിയ മനാസയുടെയും, മനാസെ ആമോസിൻ്റെയും, ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെ സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സാലത്തിൻ്റെയും, സാലത്തിയേൽ സൊറബാബേലിൻ്റെയും പിതാവായിരുന്നു. സൊറബാബേൽ ആബിദായുടെയും, ആബിയൂദ് എലിയാക്കീമിൻ്റെയും, എലിയാക്കീം ആസോറിൻ്റെയും, ആസോർ സാദോക്കിൻ്റെയും, സാദോക്ക് അക്കീമിൻ്റെയും, അക്കീം എലിയൂദിൻ്റെയും, എലിയൂദ് എലിയാസറിൻ്റെയും, എലിയാസർ മാഥാൻ്റെയും, മാഥാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ്
ആകെ ഉള്ളത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നേരുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം ഒത്തിരി പേരുകളാണ്, ഒന്നും മനസ്സിലായില്ലല്ലോ. കഴിഞ്ഞ തവണത്തെ ലോഗോസ് ഏതോ വർഷത്തെ, കഴിഞ്ഞ 2 വർഷം മുൻപാണെന്ന് തോന്നുന്നു, അതിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതേപോലെ വംശാവലിയുണ്ട്. അത് മുതിർന്ന ആളുകൾ, ഈ വിഭാഗം എന്ന് പറയുമ്പോൾ 70 മേൽ വയസ്സുള്ളവരാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർ പോലും ഈ പേരുകൾ കാണാതെ പഠിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ജോസഫച്ചൻ ഉൾപ്പെടെ എനിക്കും ഈ ഭാഗം വായിക്കാൻ ഇഷ്ടമാണ്. കാരണം ഒരു അഭിമാനമാണ് നമ്മളിത് വായിക്കുമ്പോൾ. ഒന്ന്, ഇത് വായിക്കാൻ പറ്റുന്നത്, ഈ പേരുകൾ തെറ്റുകൂടാതെ വായിക്കാൻ പറ്റുന്നത്. പിന്നെ ഈശോയുടെ വംശാവലി അല്ലേ, അത് വായിക്കാൻ പറ്റുന്നത് ഒരു അഭിമാനമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് എന്ത് സന്ദേശമാണ് ദൈവമേ, ഇതൊന്നും മനസ്സിലായില്ലല്ലോ, ഇതെന്താണിത്? ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായതുകൊണ്ടല്ലേ ചേർത്ത് വെച്ചത് സുവിശേഷകൻ, സുവിശേഷത്തിനോട് ചേർത്ത് വെച്ചത്. മത്തായിയും ലൂക്കായുമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, മർക്കോസ് പറയുന്നില്ല. ഇവർ 3 സുവിശേഷങ്ങളാണ് സമാന്തര സുവിശേഷങ്ങളെന്ന് പറയുന്നത്. കാരണം ഒരേപോലെ കഥകൾ പറഞ്ഞിട്ടുള്ളത് ഇവർ 3 പേരുമാണ്, മത്തായി, മർക്കോസ്, ലൂക്ക. യോഹന്നാൻ വളരെ വ്യത്യസ്തമായിട്ടാണ് സുവിശേഷം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം മർക്കോസ് ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അതിന് ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്: ഈശോയെ ഒരു ദാസനെ പോലെയാണ് മർക്കോസ് അവതരിപ്പിക്കുന്നത്, അതുകൊണ്ട് ദാസൻ്റെ വംശാവലിയെക്കുറിച്ച് പരിഗണിക്കേണ്ടതില്ലല്ലോ എന്നാണ്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. രാജാവിനെ പോലെ, ചരിത്രത്തിൽ സ്ഥാനമുള്ള ഒരാളെപ്പോലെ ഈശോയെ അവതരിപ്പിക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് സുവിശേഷം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാത്തെയും ദാവീദിനെയും പറഞ്ഞുകൊണ്ടാണ്. അത് അബ്രഹാത്തെ കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രത്തിൽ ഉള്ള കർത്താവിൻ്റെ സ്ഥാനം, ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ സിംഹാസനത്തിൽ, ഒരു രാജാവ് എന്ന നിലയിൽ സിംഹാസനത്തിൽ പ്രതിഷ്ഠിതനാകുന്നതിൻ്റെ ആ ഒരു പവറിനെ കുറിച്ചാണ് പറയുക. അപ്പം വംശാവലിയിൽ പേര് ഉൾപ്പെടുന്നത്, കുറേ പേരുടെ പേര് പറഞ്ഞു, 42 പേരുടെ പേരുണ്ട്. അപ്പം 42 പേര്. അപ്പോൾ പേരുൾപ്പെടുന്നത് ഒരു അനുഗ്രഹമാണ്. പേരില്ലാത്തത്, അത് എസ്രായുടെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. എസ്രായുടെ പുസ്തകം 2-ാം അധ്യായം 62-ാമത്തെ വാക്യത്തിൽ, വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാത്തതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഇത് തന്നെ നെഹമ്യയുടെ പുസ്തകത്തിലും പറയുന്നുണ്ട്. നെഹമ്യയുടെ പുസ്തകം 7-ാം അധ്യായം 64-ാം വാക്യത്തിൽ, വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പം പേര് ഉള്ളത്, അത് അവർക്ക് ബഹുമാനം കൊടുത്തിട്ടുണ്ട്, ഈ ക്രമത്തിൽ അവർക്ക് സ്ഥാനമുണ്ട് എന്നതാണ്. ഇനി അപ്പോൾ ഈശോയുടെ സ്ഥാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ ഈശോയെ എങ്ങനെ പറയുക? അപ്പോൾ ഈശോയുടെ മുന്നിലുള്ള ആളുകളെയൊക്കെ പറഞ്ഞ് ഈശോയിലേക്ക് എത്തുകയാണ്. അങ്ങനെ വെറുതെ അങ്ങനെ ഉണ്ടായതല്ല ഈശോയ്ക്ക് സ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈശോയ്ക്ക് സ്ഥാനം നമ്മൾ കൊടുക്കണം. സുവിശേഷകൻ ഈശോയുടെ വംശാവലിക്ക് സ്ഥാനം കൊടുക്കുമ്പോഴും. ഇനി മറ്റൊരു ചിന്ത, ഇതിൽ എല്ലാത്തരം ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാപികളുണ്ട്, ക്രമമില്ലാത്ത ജീവിതം നയിച്ചവരുണ്ട്, കൊലപാതകം ചെയ്തവരൊക്കെ ഉണ്ട് ഈ വംശാവലിയുടെ പേരിൽ. അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വംശാവലി പേരുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷ.
എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ദൈവം. നല്ലവരെ മാത്രമല്ല, തെറ്റിലുൾപ്പെട്ടവരെയും അവരെയൊക്കെ ചേർത്ത് വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനം പടുത്തുയർത്തുന്ന ദൈവം. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി മൂന്നാമതൊരു ചിന്ത ഇതിൽ വരുന്നത്, ഇതിൽ 5 സ്ത്രീകളുണ്ട്. 5 സ്ത്രീകളുടെ, അതിൽ ഒരാളുടെ പേര് പറയുന്നില്ല. താമാർ, റാഹാബ്, ഊറിയായുടെ ഭാര്യ ബത്ശേബ, റൂത്ത്, മറിയം. ഇതിൽ താമാർ, റാഹാബ്, ഊറിയയുടെ ഭാര്യ, ഇവർക്ക് ക്രമമില്ലാത്ത ജീവിതമാണ് ഉണ്ടായിട്ടുള്ളത്. ബത്ശേബയുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞ് ക്രമമില്ലാത്ത ജീവിതം നയിച്ച സ്ത്രീകളിൽ നിന്ന് ഉരുവാകുന്ന ഈശോ എന്ന് പറയാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പം മറിയത്തിലേക്ക് വരുമ്പോൾ കന്യകയായ മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചു. അവസാനം വരുമ്പോൾ നല്ല ഫലമായി ഈശോ മാറുകയാണ്. നല്ല റിസൾട്ടാണ് അവസാനം ഈ വംശാവലിയിൽ. അത് കുഴപ്പങ്ങളെല്ലാം മാറി 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 അനുഗ്രഹമായി മാറുന്നു. അവസാനം അനുഗ്രഹമായി വരുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ കുഴപ്പങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, കുഴപ്പങ്ങളുണ്ട്. ഈ കുഴപ്പങ്ങളൊക്കെ ദൈവം മാറ്റിത്തരും. പ്രശ്നങ്ങളുണ്ട്, ദൈവം മാറ്റിത്തരും. അതിനുള്ള കാലഘട്ടമാണ്, അനുഗ്രഹീതപ്പെട്ട കാലഘട്ടമാണ് ഇത്. ഇൻറ്റൻസീവായിട്ട് ഒരുങ്ങുന്ന കാലമാണെന്ന് പറഞ്ഞില്ലേ 17-ാം തീയതി മുതൽ. കാരണം ഈ കുർബാന പുസ്തകത്തിൽ 17 ഡിസംബർ 17 എന്ന് എഴുതി വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ, ഡിസംബർ 17, ഡിസംബർ 18, ഡിസംബർ 19, അങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥന. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസം അങ്ങനെയല്ല, ഇന്നലെ 16 എന്നല്ല. അപ്പോൾ 17-ാം തീയതി മുതൽ ഇൻറ്റൻസീവായിട്ട് ഒരുങ്ങുന്ന കാലമാണ്. കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഈ ക്രിസ്മസിന് ഈശോ പരിഹരിക്കാൻ ഈശോ തയ്യാറാണ്, ദൈവം തയ്യാറാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായാൽ, ഈ ഇതിലെ വംശാവലിയിലേക്ക് ഉൾപ്പെട്ടവരൊക്കെ അവരെ വലിയ സ്നേഹത്തോടെ തിരിച്ചു വന്നിട്ടുണ്ട്, അനുദപിച്ചിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ദാവീദ് പൊട്ടിക്കരഞ്ഞുണ്ടാക്കിയ സങ്കീർത്തനമല്ല സങ്കീർത്തനം 51. കൊലപാതകം ചെയ്ത ദാവീദ് പൊട്ടിക്കരഞ്ഞുണ്ടാക്കിയ സങ്കീർത്തനം. അപ്പോൾ അങ്ങനെ അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് അത് അവർ കുഴപ്പങ്ങളൊക്കെ മാറി 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 അനുഗ്രഹമായി മാറുന്നുണ്ട് ഈ വംശാവലിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. ഇനി ഇപ്പൊ ദാവീദിന്റെ മകൻ സോളമൻ. ദാവീദിന് എങ്ങനെയാണ് സോളമൻ ഉണ്ടായത്? അപ്പോൾ നമുക്കിങ്ങനെ വിചാരിക്കാം, ഈ പദവി മിശിഹ എന്ന പദവിക്ക് കുഴപ്പം. ദാവീദിന്റെ പുത്രൻ എന്നാണല്ലോ ഇന്നത്തെ സുവിശേഷം തുടങ്ങിയത്. ദാവീദിന്റെ പുത്രൻ ഈശോ. ബർത്തമേസ് വിളിച്ചു പറഞ്ഞ് കരഞ്ഞത് ഇങ്ങനെയല്ലേ, ദാവീദിന്റെ പുത്ര യേശുവേ. അപ്പൊ ദാവീദിന്റെ പുത്രൻ എന്ന് പറയാൻ കുഴപ്പമില്ലെങ്കിൽ ഈശോയുടെ മിശിഹ എന്ന പദവിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അതാണ്, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇതെങ്ങനെയാണ്, ഇങ്ങനെ കുഴപ്പങ്ങളുള്ള കുടുംബത്തിലാണോ നമ്മൾ പറയില്ലേ, ആ കുടുംബം അത്ര ശരിയല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ ഇതിൽ ഈ 14 3 തലമുറകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻഫർമേറ്റീവാണ്, ആത്മീയമായിട്ട് എന്ത് ഉപകാരം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. എന്തുകൊണ്ടാണ് ഈ 14 എന്ന് പറഞ്ഞത്? അത് ഒരു ബൈബിളിലുള്ള അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്ന പണ്ഡിതരുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ്. ദാവീദ് എന്ന വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ DA അല്ലേ, ദാവീദ് 3 അക്ഷരങ്ങൾ. അപ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് ദാലത്ത് എന്നാണ് പറയുന്നത്. ഹീബ്രു ഭാഷയിൽ ദാലത്ത് എന്നാണ് പറയുക. അപ്പോൾ അതിനൊരു നമ്പറുണ്ട്, അത് 4 എന്നാണ്. 4. ആ ദാലത്തെന്ന വാക്കിന് കൊടുക്കുന്ന സംഖ്യാസങ്കലനം അത് 4ആണ്. ഇനി രണ്ടാമത്തെ അക്ഷരം വാവ്, ദാവീദ്. വാവ് എന്നാണ് ഹീബ്രുവിൽ പറയുന്നത്. നമ്മൾ വി എന്ന് പറയുന്നത് വാവ് എന്നാണ് പറയുക. അതിന് 6 എന്ന നമ്പറാണ്. വീണ്ടും ഡി വരികയാണ്, ദാലത്ത് വരികയാണ്, അത് 4. അപ്പം 4 + 6 + 4 അത് 14. അങ്ങനെ ഒരു വ്യാഖ്യാനം ഇതിൽ വരുത്തുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇതിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം, സുവിശേഷപരമായ ഒരു അപദാനം ദാവീദിനും ഈശോയ്ക്കും മാത്രമാണ് കൊടുക്കുന്നത്. ഈ വംശാവലിയുടെ പേരിൽ ദാവീദിനെ രാജാവെന്ന് പറയുന്നു. ദാവീദ് രാജാവെന്ന് ഇതിൽ പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കും അങ്ങനെ ഒരു അപദാനം കൊടുക്കുന്നില്ല. ഈശോയെ ക്രിസ്തു എന്നും പറയുന്നുണ്ട്. ഇപ്പം ദാവീദിൻ്റെ വംശത്തിൽ അതിനും വലിയ ദൈവശാസ്ത്രമുണ്ട്. ദാവീദ് രാജാവ്, യേശു ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം.
രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ക്രിസ്തുവായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ. മിശിഹ, അത് ക്രിസ്തു മിശിഹ ഒന്ന് തന്നെയാണ്. മിശിഹ ഹീബ്രുവിൽ, ക്രിസ്തു എന്നുള്ള ഗ്രീക്കിൽ അഭിഷിക്തൻ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് എന്തൊരു പ്രാധാന്യമാണ്, വംശാവലിയിൽ എന്തൊരു പ്രാധാന്യമാണ് അല്ലേ. സുവിശേഷകൻ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ ഈ ക്രിസ്മസിനൊക്കെ ഒരുങ്ങുമ്പോഴും ഈശോയുടെ അവതരണം, ഈശോയുടെ മനുഷ്യാവതാരം, ഈശോ ഇറങ്ങി വന്ന തിരുനാൾ, ആരോഹണം കയറിപ്പോയതെങ്കിൽ അവരോഹണ തിരുനാളാണ് ക്രിസ്മസ്. അപ്പോൾ ഈശോ ഇറങ്ങി വന്നത്, അതിന് ചിലപ്പോൾ അത്ര നമ്മളെങ്ങനെ പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ പതിഞ്ഞു വരുന്നുണ്ടോയെന്നറിയില്ല. ചില വീടുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഉണ്ണീശോയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ണീശോയെ ഒരു തമാശ പോലെ അല്ലെങ്കിൽ ഒരു കളിക്കോപ്പ് പോലെയൊക്കെ ചിലപ്പോൾ കുട്ടികളിൽ ഇംപ്രഷൻ വരാൻ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഈശോയുടെ മനുഷ്യാവതാരം നോക്കിക്ക് എത്ര സുന്ദരമായിട്ടാണ്, എത്ര പൈസ മുടക്കിയിട്ടാണ് അവിടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. എനിക്ക് വലിയ അഭിമാനം തോന്നുകയാണ് ഈ വേളാങ്കണ്ണി തീർത്ഥാടനം ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈശോയുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കാലമാണ്. ക്രിസ്മസ് സമ്മാനമൊക്കെ ചോദിച്ചൊരുങ്ങിക്കോളൂ. നിങ്ങളുടെ വീടുകളിൽ ഈ 2024 മരണം സംഭവിച്ചിട്ടുള്ള വീടുകളുണ്ടാകാം. നിങ്ങളുടെ വീട്ടിൽ ഈ പ്രാവശ്യം ക്രിസ്മസ് നക്ഷത്രം തൂക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലൊരു ചിന്തയുണ്ട്, മരണം നടന്നാൽ നക്ഷത്രം തൂക്കാൻ പാടില്ല. ഇനി അതൊരു മോശപ്പെട്ട ചിന്തയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇനി മരണം നടന്ന വർഷമായതുകൊണ്ട് അന്നത്തെ വർഷം പാതിരാ കുർബാനയ്ക്ക് പള്ളി പോകയില്ല. അത് ഒരു മോശപ്പെട്ട ചിന്തയാണ്. കാരണം ഈശോയെ പ്രതിനിധീകരിക്കുന്നതാണ് നക്ഷത്രം. ആ രാജാക്കന്മാർ നക്ഷത്രത്തെ നോക്കി വന്ന്, മത്തായിയുടെ സുവിശേഷം 2-9 വാക്യത്തിലാണ് അവർ കിഴക്ക് കണ്ട നക്ഷത്രത്തെ നോക്കി വന്നു. അപ്പം നക്ഷത്രം നിന്ന സ്ഥലം ദൈവമുള്ള സ്ഥലം, ഈശോ ഉള്ള സ്ഥലം. നമ്മുടെ വിശുദ്ധരുടെയൊക്കെ തിരുനാൾ, അന്തോണീസ് പുണ്യാളൻ്റെ തിരുനാൾ, ഓരോ വിശുദ്ധരുടെ തിരുനാൾ അവരുടെ മരണ ദിവസമാണ് തിരുനാളായിട്ട് ആചരിക്കുക. മരണ ദിവസമാണ് തിരുനാൾ. അപ്പം മരണം ഒരു മോശപ്പെട്ട കാര്യമല്ല. മരണത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. വംശാവലിയിൽ ഈശോയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം നോക്കിക്കേ. ഇപ്പോൾ ഈ വർഷം മരണം നടന്ന വീടുകളിൽ നക്ഷത്രം തൂക്കണം. കാരണം നക്ഷത്രത്തിൻ്റെ ആ അടയാളത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈ വീട്ടിൽ ഈശോ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. മരണത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, ഈശോയ്ക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ക്രിസ്മസിൻ്റെ രാത്രി പള്ളിയിൽ പോകാൻ നിങ്ങൾ ഒരു മരണം നടന്നതിൻ്റെ പേരിൽ നിങ്ങൾ രാത്രി കുർബാനയ്ക്ക്, അത് വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഇടവകയിൽ എല്ലാ ജനങ്ങളും ക്രിസ്മസ് ഒക്കെ മനുഷ്യാവതാര ചിത്രീകരണമൊക്കെ നടത്തി അർപ്പിക്കുന്ന കുർബാനയിൽ നമ്മളത് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ മരണത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മളത് മാറ്റി ചിന്തിക്കേണ്ട കാര്യമാണ്. അത് ഏതോ മറ്റു വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാലായ്മ എന്നൊക്കെ പറയുന്ന ഒരു ആചാരമാണ്. വാലായ്മ അത് നമുക്ക് ചേർന്നല്ല. കർത്താവിന് പ്രാധാന്യം കൊടുക്കുക. നമുക്കതുകൊണ്ട് ഈ ദിവസം ഇങ്ങനൊരു സന്ദേശം സ്വീകരിക്കാം. വംശാവലിയിൽ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്തതുപോലെ ഈ ക്രിസ്മസിന് ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ, മരണം നടന്ന വീട്ടിൽ നക്ഷത്രം തൂക്കുക, മരണം നടന്ന വീട്ടിൽ ആഘോഷങ്ങളൊക്കെ കുറയ്ക്കുക. പക്ഷേ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി പള്ളിയിൽ പോയി വിശുദ്ധ ബലിയർപ്പണത്തിൽ കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യ തിരുനാളിൽ പങ്കുചേരാനൊക്കെ തീരുമാനമെടുക്കുക. ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈശോ പ്രാധാന്യം തരും. ഈശോയുടെ മുൻപിൽ ഈശോ പ്രാധാന്യം തരും. ഈശോ നിങ്ങൾക്കൊരു ക്രിസ്മസ് സമ്മാനം നൽകുകയും ചെയ്യും. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കനിവോടെ
പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ സഭയുടെ കാണിക്കകൾ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ദിവരഹസ്യങ്ങൾ വഴി സ്വർഗീയമായ അപ്പം കൊണ്ട് പോഷിതരാകാൻ ഞങ്ങൾ അർഹരാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാജ്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി
തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം, ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യദാനത്താൽ സംതൃപ്തരായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹം നിവർത്തിതമാകുമാറാകട്ടെ. അങ്ങേ ആത്മാവിൽ ജ്വലിച്ച് അങ്ങ് ക്രിസ്തുവാഗതനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ തെളിവാർന്ന ദീപങ്ങൾ പോലെ പ്രകാശിതരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ
ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് തൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്മസ് ഗിഫ്റ്റിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.